യേശു ഭാരതം അനുഗ്രഹിച്ചയച്ച മഹായോഗി. നമസ്കാരം, എല്ലാവർക്കും NKPK വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാ പേർക്കും യേശു തൻ്റെ 12 മുതൽ 30 വയസ്സുവരെ എവിടെയായിരുന്നുവെന്ന് യാതൊരു അറിവും ഇല്ല. എന്നാൽ ഈ കാലയളവിൽ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഇവിടുന്ന് ഭാരതീയരുടെ യോഗ ഹൃദിസ്ഥമാക്കുകയും അതിനുശേഷം തൻ്റെ രാജ്യത്തിലെ ജനങ്ങൾ എല്ലാം ജീവിക്കുന്നത് നികൃഷ്ടമായ രീതിയിലാണെന്നും ആയതിനാൽ അവരെ ഉദ്ധരിക്കുക എന്നത് തൻ്റെ കർത്തവ്യമാണെന്നും തിരിച്ചറിഞ്ഞ് അവരെ നന്മയിലേക്ക് നയിക്കുവാനായി സ്വദേശത്തേക്ക് മടങ്ങുകയും വളരെയധികം പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും കൊണ്ട് അദ്ദേഹം സാധാരണ ജനങ്ങളെയെല്ലാം തിരുത്തുവാൻ ശ്രമിച്ചെങ്കിലും മറ്റ് പുരോഹിത വർഗങ്ങൾ അവരുടെ അന്നം മുടക്കിയായ യേശുദേവനെ വകവരുത്തുവാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതിന് വളരെയധികം തെളിവുകളിൽ ഇൻ്റർനെറ്റിൽ നമുക്ക് ലഭ്യമാണ്. ഇത് കൂടാതെ തന്നെ മറ്റ് പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഇത് ഉറപ്പിക്കാവുന്നതാണ്. അതായത് ക്രിസ്തുവിന് വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ശ്രീബുദ്ധൻ്റെ പല സാരോപദേശങ്ങളും അതുപോലെ തന്നെ ക്രിസ്തുമതത്തിലും കാണുവാൻ കഴിയും. ഇവർ തമ്മിലുള്ള സാമ്യം എന്ന് പറയുന്നത് ധർമ്മ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ബുദ്ധൻ ശിഷ്യരെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അയച്ചു. ഇപ്രകാരം യേശുവും ശിഷ്യന്മാരെ ലോകത്തിൻ്റെ പല ഭാഗത്തായി അയക്കുകയുണ്ടായി. ബുദ്ധൻ കഥകളിലൂടെയും ക്രിസ്തു ഉപമകളിലൂടെയുമാണ് പ്രസംഗിച്ചത്. ആകാശം ഭൂമിയിൽ പതിക്കുകയും ഈ ലോകം നശിക്കുകയും ചെയ്തേക്കാം, പക്ഷേ എൻ്റെ വാക്കുകൾ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുക. ഇത് ശ്രീബുദ്ധൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകയില്ല എന്ന് യേശുവും പറഞ്ഞിരിക്കുന്നു. കൂടാതെ യേശുവും ശിഷ്യന്മാരും ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ് അത്ഭുത രോഗശാന്തി. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു മാത്രമാണോ ഇത്തരത്തിൽ അത്ഭുത രോഗശാന്തി നടത്തിയിരുന്നത്? അല്ല. യേശുവിന് മുൻപ് ശ്രീബുദ്ധൻ ഇത്തരത്തിൽ അത്ഭുത രോഗശാന്തി നടത്തിയിരുന്നു. ക്രിസ്തുവിനും 6-ാം നൂറ്റാണ്ട് മുൻപാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നോർക്കണം. ബുദ്ധമതത്തിൻ്റെയും പല ആശയങ്ങളും സനാതനധർമ്മത്തിൽ നിന്നും കടം കൊണ്ടവയാണെങ്കിലും ലോകമെമ്പാടും പ്രചരിച്ചിരുന്ന ഒരു മതം കൂടിയാണ് ബുദ്ധമതം എന്ന വസ്തുതയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കൂടാതെ മറ്റൊരു കാര്യമുള്ളത്, യേശുവിൻ്റെ ജനന സമയത്ത് നക്ഷത്രത്തിൻ്റെ ഗതി നിർണയിച്ച് പൗരസ്ത്യ ദേശത്തു നിന്ന് 3 ജ്ഞാനികൾ ബത്ലഹേമിൽ ചെന്ന് ഉണ്ണിയേശുവിനെ കണ്ടു വണങ്ങിയതായി ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവർ ആര്യഭടനെയും വരാഹമിഹിരനെയും പോലെ ജ്യോതിശാസ്ത്രത്തിൽ അറിവ് നേടിയ ഭാരതീയ ഋഷ്യവര്യന്മാരാണ്. പാലസ്തീന് കിഴക്കായി അക്കാലത്ത് അറിവും സംസ്കാരവുമുള്ള ഒരു ദേശം ഭാരതം മാത്രമേയുള്ളൂ. നളന്ദ, തക്ഷശില, വിക്രംശില എന്നീ വിശ്വവിദ്യാലയങ്ങൾ അഥവാ യൂണിവേഴ്സിറ്റികൾ ഇപ്പോഴും ലോകപ്രശസ്തങ്ങളാണ്. പ്രശസ്ത ക്രൈസ്തവ മിഷണറി ആയിരുന്ന സാധു സുന്ദർ സിംഗ് തന്നെ ഹിമാലയൻ യോഗിമാരുമായുള്ള സഹവാസത്തിനിടെ യേശുനാഥനെ അതീവ ഭക്തിയോടെ ഗുരുവായി കണക്കാക്കുന്ന കുരിശുമാല ധരിച്ച സന്യാസിമാരെ കണ്ടുമുട്ടിയതായി അവരുടെ ആശ്രമത്തിൽ അദ്ദേഹം ചെലവഴിച്ചതായും എഴുതുന്നു. സ്വാമി രാമ എഴുതിയ ലിവിങ് വിത്ത് ദ ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ യേശു ധ്യാനനിരതനായിരിക്കുന്ന ഗുഹ സന്യാസി പരമ്പര ഇപ്പോഴും പരിപാവനമായി കാത്തുസൂക്ഷിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുനാഥൻ അവരുടെ സന്യാസ പരമ്പരയിലെ പൂർവികൻ ആണെന്നാണ് ഈ സന്യാസിമാർ അവകാശപ്പെടുന്നത്.
അതായത് യേശുദേവൻ ഭാരതത്തിലെ ഋഷീശ്വരന്മാരെ പോലെയുള്ള ഒരു ഋഷിവര്യൻ ആയിരുന്നു. അവരെപ്പോലെ കാവ്യവസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. യേശുദേവൻ ഹിമാലയത്തിൽ ടിബറ്റ് സന്ദർശിച്ചതായും 14 മുതൽ 30 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ യോഗ അഭ്യസിച്ചു എന്നും ഇത് ശാരീരിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർത്തുവാനും വീണ്ടും ഉയിർത്തെഴുന്നേൽക്കുവാനും സഹായകമായി എന്നും കരുതപ്പെടുന്നു. പല്ലവ രാജവംശത്തിലെ 3ാമത്തെ രാജകുമാരനായ ബോധിധർമ്മനും ഇത്തരം കഴിവുള്ള ഒരു ബുദ്ധസന്യാസിയായിരുന്നു. കൂടാതെ ചൈനയിലെയും ജപ്പാനിലെയും മാർഷൽ ആർട്സിൻ്റെ സ്ഥാപകനും ഇദ്ദേഹമാണ്. ഇത് തമിഴിൽ ജബ്ബ സംവിധാനം ചെയ്ത സൂര്യ നായകനായി അഭിനയിച്ച 7ാം അറിവ് എന്ന സിനിമ ഇവയൊക്കെ വ്യക്തമാക്കി തരുന്ന ചിത്രമാണ്. എന്നാൽ അതിൽ അദ്ദേഹം മരിക്കുന്നതായാണ് കാണിക്കുന്നതെങ്കിലും ഷാവോലിൻ ക്ഷേത്രത്തിന് പിന്നിലെ കുന്നിൻ മുകളിൽ അടക്കം ചെയ്ത അദ്ദേഹം മരിച്ച് 3 വർഷത്തിന് ശേഷം വടക്കൻ വെയിലെ അംബാസഡർ ജോർജ് യുൻ ബോധിധർമ്മൻ തൻ്റെ കയ്യിൽ ഒരു ചെരുപ്പുമായി നടക്കുന്നത് കണ്ടു. അദ്ദേഹം ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ താൻ വീട്ടിലേക്ക് പോവുകയാണ്, നീ ഇതിനെക്കുറിച്ച് ആരോടും പറയരുത്, പറഞ്ഞാൽ നിനക്ക് ദുരന്തം നേരിടേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാൽ സോജിൻ ചക്രവർത്തിയോട് ഇക്കാര്യം പറയുകയും അദ്ദേഹം 3 വർഷം മുൻപ് മരിച്ചതാണെന്നും നീ കള്ളം പറഞ്ഞതിനാൽ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. പിന്നീട് ബോധിധർമ്മൻ്റെ ശവകുടീരം പരിശോധിച്ചപ്പോൾ ഒരു ചെരുപ്പ് മാത്രം കണ്ടെത്താനാവുകയും ഇന്നും ബോധിധർമ്മൻ ക്ഷേത്രത്തിൽ, അതായത് ഷാവോലിൻ ടെമ്പിളിന് സമീപം ഉണ്ട് എന്നതിൻ്റെ എല്ലാവിധ തെളിവുകളും ഇല്ലാതാക്കുന്നതായിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യം എന്തെന്നാൽ യോഗയിലൂടെയും ആത്മീയതയിലൂടെയും നമുക്ക് അമരത്വം നേടാനാകും എന്ന് തന്നെയാണ്. എന്നാൽ അത് ശരിയായി അനുഷ്ഠിക്കണം എന്ന് മാത്രം. നവോത്ഥാന നായകരും സമസൃഷ്ടി സ്നേഹവും ലോകത്തെ വെളിച്ചം അഥവാ ജ്ഞാനത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ബുദ്ധനും ക്രിസ്തുവും നാരായണ ഗുരുവും മറ്റും ദൈവങ്ങളായി മാറുന്നത് നാം കണ്ട കാഴ്ചയാണ്. എല്ലാവർക്കും പലവിധത്തിലുള്ള ആരാധനകൾ, അമ്പലങ്ങൾ, പൂജകൾ, ഇതിൽ തെറ്റൊന്നുമില്ല. കാരണം എല്ലാം ദൈവാംശം തന്നെയാണ്. പരമാത്മാവിൻ്റെ അംശം തന്നെയാണ് നമ്മളും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ചരാചരങ്ങളും. ഇതുതന്നെയാണ് യേശുക്രിസ്തുവും പറഞ്ഞത്, പിതാവും ഞാനും ഒന്നാണ്. യോഗസാധനയിലൂടെ ഒന്നാകുമ്പോൾ പിതാവ് എന്നോടും ഞാൻ പിതാവിനോടും ഏകീഭവിച്ചിരിക്കുന്നു. യേശുവും ശിഷ്യന്മാരുമായും ഈ ഐക്യം ഉണ്ടായിരുന്നു. അതാണ്, നീ എന്നിൽ തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്കും കൊടുത്തിരിക്കുന്നു. അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് ഞാൻ അവരോടും നീ എന്നോടും ഏകീകരിച്ചിരിക്കുന്നു. ഇത് സനാതനധർമ്മത്തിലെ ഒരു ശാന്തി മന്ത്രത്തിലും കാണാവുന്നതാണ്. ഓം സഹനാവവതു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. അതായത്, നമ്മൾ ഗുരുശിഷ്യന്മാർ ഒരുമിച്ച് വസിച്ച് ഭക്ഷിച്ച് വിദ്യാസമ്പത്തുക്കൾ നേടി ശക്തരായി തീരട്ടെ. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. യോഗികളുടെയെല്ലാം ഗുരുവും ഹിമാലയത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്നും ജീവിക്കുന്നതായ മഹാവതാർ ബാബാജിയുടെ അടുത്ത് ക്രിസ്തു എത്തിച്ചേർന്നതായും അദ്ദേഹത്തിൽ നിന്ന് യോഗസാധന അഭ്യസിക്കുകയും ചെയ്തു എന്നതിന് ധാരാളം ചരിത്ര തെളിവുകൾ ലഭ്യമാണ്. ഒരുപക്ഷെ ഇതിനൊക്കെ ശേഷമായിരിക്കണം അദ്ദേഹം ജലത്തിന് മുകളിലൂടെ നടക്കുവാനും 3 നാൾ ഉയർക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അങ്ങനെയെങ്കിൽ യേശു ഇന്നും ജീവിക്കുന്നു. ജീവിച്ചിരിക്കുന്ന പല യോഗികളും മഹാവതാർ ബാബാജിയെ ഹിമാലയത്തിൽ കണ്ടതായും അദ്ദേഹം ഇപ്പോഴും 30 വയസ്സ് ചെറുപ്പമാണെന്ന് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു പ്രൊഫഷണൽ റിപ്പോർട്ടറും എ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ, ദ ക്ലാസിക് വർക്ക് സീക്കിംഗ് എ ഗുരു എന്നീ പുസ്തകങ്ങളുടെ രചയിതാവും നിരീശ്വരവാദിയും ആയിരുന്ന
പോൾ ബ്രണ്ടൻ. അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിക്കുകയും തെരുവ് മാന്ത്രികർ മുതൽ ഹിമാലയൻ യോഗികൾ വരെ ആയിരക്കണക്കിന് ആളുകളുടെ ഇന്ത്യൻ യോഗ പാരമ്പര്യം മനസ്സിലാക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ബ്രഹ്മ എന്ന യുവയോഗിയെ കണ്ടുമുട്ടുകയും അദ്ദേഹം അയാൾക്ക് ശ്വാസോച്ഛ്വാസം എങ്ങനെ പൂർണ്ണമായി നിർത്തിക്കൊണ്ട് ജീവിച്ചിരിക്കാം എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട പോൾ ബ്രണ്ടൻ ഇങ്ങനെ എഴുതി: ഇത് സ്വയം അനുഭവിച്ചില്ലെങ്കിൽ ഇത് സാധ്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ലായിരുന്നു. ഇതേക്കുറിച്ച് ബ്രഹ്മയോട് ചോദിച്ചപ്പോൾ തൻ്റെ ഗുരുവിന് ഇനിയും കൂടുതൽ അഭ്യാസങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. ശരീരത്തിൽ മുറിവുണ്ടാക്കാനും രക്തം ഒഴുകുമ്പോൾ അത് ഇഷ്ടാനുസരണം നിർത്താനും കഴിയും. ഇത് അവരുടെ ശരീര നിയന്ത്രണത്തിൻ്റെ ഭാഗമാണെന്ന് വിശദീകരിക്കുന്നു. ഇത്തരത്തിൽ ധാരാളം തെളിവുകളും സാമ്യതകളും കണ്ടെത്തുവാൻ സാധിക്കുമെങ്കിലും അവയൊക്കെ ഈ വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കും എന്നതിനാൽ ഇതിൽ ചേർക്കുന്നില്ല. എല്ലാ മതങ്ങളും ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പകർത്തി എഴുതപ്പെട്ടവയാണ്. ഫലത്തിൽ ഇവയെല്ലാം ഒന്നു തന്നെ. യഥാർത്ഥത്തിൽ എല്ലാ മതവിശ്വാസങ്ങളും ഉപേക്ഷിക്കേണ്ടതും ആത്യന്തികമായി മുക്തി നേടുവാനായി യോഗയിലേക്ക് പരിശ്രമിക്കേണ്ടതും ആകുന്നു.